ഇന്ന് രാത്രി ഇറാനെതിരെ അമേരിക്ക ആഞ്ഞടിക്കും. ആ പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിക്കഴിഞ്ഞു. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയ ഈ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം ദിവസവും ഇറാൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും റഡാർ പ്രതിരോധ സംവിധാനങ്ങളും ഇതിനോടകം തകർന്നുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതൊരു തുടക്കം മാത്രം. എണ്ണപ്പണം കൊണ്ട് സമ്പന്നമായ ഇറാനിലെ ഖാർഗ് ദ്വീപ് അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഇറാന്റെ 90% എണ്ണ കയറ്റുമതിയും നിയന്ത്രിക്കുന്ന ഈ തന്ത്രപ്രധാന ദ്വീപ് കൈയടക്കിയാൽ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിയുമെന്ന കാര്യം ഉറപ്പാണ്. വെനസ്വേലയിൽ ചെയ്ത പോലെ ഇറാന്റെ എണ്ണ വാതക വിപണികളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ ഒട്ടും കുലുങ്ങാതെ ഇറാൻ മറുപടി നൽകി. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ അവർ തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും 20% എണ്ണയും വാതകവും കടന്നുപോകുന്ന ഈ നിർണായക ജലപാത അടച്ചത് ആഗോള എണ്ണ വിപണിയിൽ വൻ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ ഒരു കപ്പലിനും പ്രവേശനം അനുവദിക്കില്ലെന്നും വിലക്ക് ലംഘിക്കുന്നവരെ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്ക തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇറാന്റെ ഈ തീവ്ര നിലപാട്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇറാൻ പ്രത്യാക്രമണം രൂക്ഷമാണ്. ഇറാന്റെ വിവിധ നഗരങ്ങളിൽ മിസൈൽ ആക്രമണമുണ്ട്. മറുപടിയായി ഗൾഫിലെ സൈനിക താവളങ്ങളിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാനെതിരെ വലിയ ആക്രമണം നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ തെക്കൻ ഇറാന്റെ വിവിധയിടങ്ങളിൽ ആക്രമണമുണ്ടായി. പേർഷ്യൻ ഗൾഫിലെ ഖഷം ദ്വീപിലും ഹോർമൂസ് കടലിടുക്കിലെ ബന്ദർ അബ്ബാസിലും തെക്കൻ നഗരമായ കാർഖാനിലും ആക്രമണം നടത്തി. ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് അടച്ചിടുന്നതായി ഇറാൻ സൈന്യം വ്യക്തമാക്കി. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയതായും വിലക്ക് ലംഘിച്ച് യാത്രയ്ക്ക് ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഒരു കരാറിലെത്തുന്നതിൽ ഇറാൻ മനഃപൂർവ്വം താമസം വരുത്തുകയാണെന്ന് ആരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച രംഗത്ത് വന്നിരുന്നു. ഇറാന്റെ സൈനിക താവളങ്ങൾക്കു നേരെ അമേരിക്ക തിരിച്ചടി നൽകിയതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ടെഹ്റാനെതിരെ ശക്തമായ സൈനിക നടപടികൾ ഉണ്ടായേക്കുമെന്ന സൂചന ട്രംപ് നൽകിയത്. റിപ്പോർട്ടുകൾ പ്രകാരം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ പുതിയ ആക്രമണങ്ങൾക്ക് ഉത്തരവിടാൻ ട്രംപ് ഒരുങ്ങുകയാണ്. സമീപകാലത്തെ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് വൈറ്റ് ഹൌസ് ആലോചിക്കുന്നതെന്നാണ് പുതിയ പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നത്.